നിങ്ങളുടെ വീട്ടിലേക്ക് ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത ബന്ധുക്കളുണ്ട്. അത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അത് പരുഷമായ ഒരുപക്ഷെ തോന്നാം. ഒരു സ്വാർത്ഥനായ വ്യക്തി പറയുന്നത് പോലെ തോന്നുന്നു. പക്ഷെ എന്നോടൊപ്പം നിൽക്കൂ. കാരണം ഞാൻ നിങ്ങളുമായി പങ്കിടാൻ പോകുന്നത് വെറും ഒരു അഭിപ്രായമല്ല. അത് സാംസ്കാരിക ഉപദേശമല്ല. മില്യൺ കണക്കിന് വിശ്വാസികൾ വർഷങ്ങളായി അവഗണിച്ച ഒരു ബൈബിൾ മുന്നറിയിപ്പാണ് ഇത്. അതവരുടെ സമാധാനവും വിവാഹവും ലക്ഷ്യവും ഒക്കെ നഷ്ടപ്പെടുത്തി. കുടുംബ വിശ്വസ്തതയെ ഏറ്റവും ഉയർന്ന പുണ്യമായി കാണുന്ന ഒരു സംസ്കാരത്തിലാണ് നമ്മൾ വളർന്നത്. രക്തം വെള്ളത്തേക്കാൾ കട്ടിയുള്ളതാണെന്ന് നമ്മളോട് പറയപ്പെടുന്നു. എന്ത് സംഭവിച്ചാലും നിങ്ങൾ വാതിൽ തുറന്നിടണമെന്ന് നമ്മളോട് പറയപ്പെടുന്നു. അതുപോലെ നമ്മളും ചെയ്യുന്നു. നമ്മൾ വാതിൽ തുറന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഓരോ തവണയും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വീടിനുള്ളിൽ എന്തോ ഒന്ന് സംഭവിക്കുന്നു. അന്തരീക്ഷം മാറുന്നു, സന്തോഷം കുറയുന്നു. നമ്മുടെ വീട് ഒരിക്കലും ഒരു അഭയസ്ഥാനമായി തോന്നാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ആശയക്കുഴപ്പത്തിലായിരിക്കുന്നു. മത്തായി 10:36 യേശു തന്നെ ഈ യാഥാർത്ഥ്യത്തെ അഭിസംബോധന ചെയ്തു. തൻ്റെ ശിഷ്യന്മാരെ പിടിച്ചുലയ്ക്കുകയും ഇന്നും ആളുകളെ പിടിച്ചുലയ്ക്കുകയും ചെയ്യുന്ന ഒരു കാര്യം അവൻ പറഞ്ഞു. ഒരു മനുഷ്യൻ്റെ ശത്രുക്കൾ അവൻ്റെ വീട്ടുകാർ തന്നെയായിരിക്കും. അതൊരു രൂപകമല്ല, വളരെ യഥാർത്ഥമായ ഒരു ആത്മീയ ചലനാത്മകതയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണിത്. പിന്നെ ലൂക്കോസ് 14:26 യേശു വളരെ തീവ്രമായ ഭാഷ ഉപയോഗിച്ചു. പല പ്രസംഗകരും അത് പൂർണ്ണമായും ഒഴിവാക്കുകയാണ്. എല്ലാ കുടുംബ ബന്ധങ്ങൾക്കും ഉപരിയായി ദൈവത്തോടുള്ള വിശ്വസ്തതയെ ഒരു അപവാദവുമില്ലാതെ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് അവൻ അവിടെ സംസാരിക്കുന്നു. കാരണം ചുരുക്കം ചിലർ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്ന സത്യം ഇതാണ്: നിങ്ങളുടെ മുൻവാതിലിലൂടെ നിങ്ങൾ അനുവദിക്കുന്നത് വാതിലിൽ നിലനിൽക്കില്ല. അത് നിങ്ങളുടെ ഇടനാഴികളിലൂടെ നീങ്ങുകയാണ്. അത് നിങ്ങളുടെ മേശയിലിരിക്കുന്നു. അത് നിങ്ങളുടെ കുട്ടികളുടെ അതേ വായു തന്നെ ശ്വസിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ പ്രവേശിക്കുന്നത് നിങ്ങൾ സംരക്ഷിക്കുന്നില്ലെങ്കിൽ ദൈവം നിങ്ങളെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ച കാര്യം പതുക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഇന്ന് നമ്മൾ നിങ്ങളുടെ വീട്ടിലേക്ക് അനിയന്ത്രിതമായി പ്രവേശനം അനുവദിക്കാൻ പാടില്ലാത്ത 7 തരം ബന്ധുക്കളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. തിരുവെഴുത്തുകളിലൂടെ നമ്മൾ ഓരോരുത്തരെയും പരിശോധിക്കാൻ പോകുന്നു. ഇത് മുൻഗണനയെക്കുറിച്ചല്ല, ഇത് ആത്മീയ കാര്യവിചാരണയെക്കുറിച്ചാണ്. 1. പോകുന്നിടത്തെല്ലാം ഭിന്നത ഉണ്ടാക്കുന്ന ബന്ധു. നിങ്ങൾക്ക് ഈ വ്യക്തിയെ അറിയാം. അവർ വാതിലിലൂടെ കടന്നുപോകുന്ന നിമിഷം അന്തരീക്ഷം മാറുന്നു. ഗോസിപ്പ്, നീരസം, ആളുകളെ ഭിന്നിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത കഥകൾ എന്നിവ നിറഞ്ഞ അദൃശ്യമായ ലഗേജുകൾ അവർ വഹിക്കുന്നു. നിങ്ങളുടെ അടുക്കളയിൽ ഇരിക്കുമ്പോൾ അവർ നിങ്ങളുടെ സഹോദരിയെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നു. തുടർന്ന് അവളുടെ അടുക്കളയിൽ ഇരിക്കുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നു. അവർ വശങ്ങൾ സൃഷ്ടിക്കുന്നു. അവർ സംഘർഷം സൃഷ്ടിക്കുന്നു. അവർ തീ കൊളുത്തി അനന്തരഫലങ്ങൾ നേരിടുന്നതിന് മുമ്പ് അപ്രത്യക്ഷമാകുന്നു. അവർ പോയതിനു ശേഷം നിങ്ങളുടെ വീട് വ്യത്യസ്തമായി തോന്നുന്നു. കൂടുതൽ ഭാരമുള്ളത്, കൂടുതൽ പിരിമുറുക്കം. നിങ്ങളുടെ പാർട്ട്ണറുമായുള്ള നിങ്ങളുടെ സംഭാഷണങ്ങൾ പോലും പിരിമുറുക്കമുള്ളതായിത്തീരുന്നു. നിങ്ങളുടെ കുട്ടികൾ സംഘർഷം അനുഭവിക്കുന്നു. റോമർ 16:17 ഒരു നേരിട്ടുള്ള നിർദ്ദേശം നൽകുന്നു: ഭിന്നത ഉണ്ടാക്കുന്നവരെ സൂക്ഷിക്കുക, അവരെ ഒഴിവാക്കുക. അവരെ സഹിക്കരുത്, അവരെ അനിശ്ചിതമായി ആതിഥേയത്വം വഹിക്കരുത്, അവരെ ഒഴിവാക്കുക. സദൃശവാക്യങ്ങൾ 22:10 അതിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പരിഹാസിയെ പുറത്താക്കുക, കലഹം പുറത്തുപോകും, കലഹങ്ങളും അപമാനങ്ങളും അവസാനിക്കും. സമാധാനം ആകസ്മികമായി സംഭവിക്കുന്നില്ല, അത് സംരക്ഷിക്കപ്പെടണം. ചിലപ്പോൾ സമാധാനം സംരക്ഷിക്കുക എന്നതിനർത്ഥം ഒരു വാതിൽ അടയ്ക്കുക എന്നാണ്. 2. നിരന്തരമായ അനുതാപമില്ലാത്ത പാപത്തിൽ ജീവിക്കുന്ന ബന്ധു. സംസ്കാരവും തിരുവെഴുത്തും പലപ്പോഴും കൂട്ടിമുട്ടുന്നത് ഇവിടെയാണ്. ഒരാൾ കുടുംബമായതിനാൽ അവരെ എപ്പോഴും അതിരുകളില്ലാതെ സ്വാഗതം ചെയ്യണമെന്ന് സംസ്കാരം പറയുന്നു. എന്നാൽ 1 കൊരിന്ത്യർ 5:11 വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് നൽകുന്നു. ദൈവത്തെ പിന്തുടരുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരാളുമായി അടുത്ത ബന്ധം പുലർത്തരുതെന്ന് വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം അനുതാപമില്ലാതെ അധാർമികത, അത്യാഗ്രഹം, വിഗ്രഹാരാധന, മദ്യപാനം അല്ലെങ്കിൽ മറ്റ് വിനാശകരമായ പെരുമാറ്റങ്ങൾ എന്നിവ നിരന്തരം സ്വീകരിക്കുന്നു. ഇതെന്തിനെക്കുറിച്ചല്ല എന്ന് ശ്രദ്ധിക്കുക. ദൈവത്തെ ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന ഒരാളെക്കുറിച്ചല്ല ഇത്. ദൈവത്തിൻ്റെ സത്യത്തെ പരസ്യമായി എതിർക്കുകയും ആ സ്വാധീനം നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു ജീവിത ശൈലി ആഘോഷിക്കുന്ന ഒരാളെക്കുറിച്ചാണ് ഇത്. നിങ്ങളുടെ കുട്ടികളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ അനുവദിക്കുന്നത് അവർ നിരീക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് സഹിക്കുന്നതെന്നും അവർ പഠിക്കുന്നു. സദൃശവാക്യങ്ങൾ 13:20 പറയുന്നു: ജ്ഞാനികളോട് കൂടെ നടക്കുന്നവൻ ജ്ഞാനിയാകും, എന്നാൽ മൂഢന്മാരുടെ കൂട്ടുകാരനോ ദോഷം സഹിക്കുന്നു. നിങ്ങളുടെ വീട്ടിലേക്ക് വിനാശകരമായ സ്വാധീനങ്ങൾക്ക് അനിയന്ത്രിതമായ പ്രവേശനം അനുവദിക്കുന്നത് സ്നേഹമല്ല, അത് തുറന്നുകാട്ടലാണ്. നിങ്ങൾക്ക് ഒരാളെ ആഴത്തിൽ സ്നേഹിക്കാൻ കഴിയും. അവർക്ക് വേണ്ടി വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുക. ആവശ്യമുള്ളപ്പോൾ അവരെ സഹായിക്കുക. അവരുടെ സ്വാധീനത്തിൽ നിന്ന് നിങ്ങളുടെ വീടിനെ സംരക്ഷിക്കുക. ആ കാര്യങ്ങൾ പരസ്പര വിരുദ്ധമല്ല.
3. നിങ്ങളുടെ വിശ്വാസത്തെ നിരന്തരം പരിഹസിക്കുന്ന ബന്ധു. ഇതിന് ധൈര്യം ആവശ്യമാണ്. ഈ ബന്ധുക്കൾ പലപ്പോഴും അവരുടെ ആക്രമണങ്ങളെ നർമ്മം, പരിഹാസം അല്ലെങ്കിൽ ഭൗതിക സംവാദം എന്നിങ്ങനെ മറയ്ക്കുന്നു. അവർ നിങ്ങളുടെ മേശയിലിരുന്ന് നിങ്ങൾ സേവിക്കുന്ന ദൈവത്തെ പരിഹസിക്കുന്നു. അവർ നിങ്ങളുടെ പള്ളിയിലെ ഹാജർ പരിഹസിക്കുന്നു. അവർ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ചോദ്യം ചെയ്യുന്നു. പ്രതികരണത്തിന് കാരണമാകുന്ന തരത്തിൽ വിശുദ്ധ കാര്യങ്ങളെക്കുറിച്ച് അവർ അശ്രദ്ധമായി സംസാരിക്കുന്നു. അസഹിഷ്ണുത ഉള്ളവരായി കാണപ്പെടാൻ ആഗ്രഹിക്കാത്തതിനാൽ പല വിശ്വാസികളും അവിടെ മൗനം പാലിക്കുന്നു. എന്നാൽ സ്വന്തം വീട്ടിൽ ദൈവത്തെ ബഹുമാനിക്കുന്നത് നിങ്ങൾ ക്ഷമാപണം നടത്തേണ്ട ഒന്നായി മാറിയത് എപ്പോഴാണ്? സ്നേഹത്തെക്കുറിച്ച് വിപുലമായി എഴുതിയതിന് പേരുകേട്ട അപ്പോസ്തലനായ യോഹന്നാൻ 2 യോഹന്നാൻ 10:11 ഗൗരവമായൊരു മുന്നറിയിപ്പ് നൽകി. ക്രിസ്തുവിൻ്റെ സത്യം നിരസിക്കുന്നവരെ അവരുടെ സന്ദേശം സ്വീകാര്യമാണെന്ന് കരുതി സ്വാഗതം ചെയ്യരുതെന്ന് യോഹന്നാൻ പഠിപ്പിച്ചു. കാരണം അങ്ങനെ ചെയ്യുന്നത് നമ്മെ അവരുടെ തെറ്റിൽ പങ്കാളികളാക്കുമെന്ന് അവൻ പഠിപ്പിച്ചു. നിങ്ങളുടെ വീടൊരു പുണ്യഭൂമിയാണ്. നിങ്ങളുടെ സ്വന്തം മേൽക്കൂരയിൽ ദൈവത്തെ അവഹേളിക്കുന്നതിനുള്ള ഒരു വേദി ഒരുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനല്ല. 4. കോപത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ബന്ധു. കോപം ശാരീരികമോ വാക്കാലുള്ളതോ വൈകാരികമോ ആകട്ടെ, അത് വിനാശകരമാണ്. അതൊരിക്കലും ഒരു വ്യക്തിയെ മാത്രം ബാധിക്കില്ല. സദൃശവാക്യങ്ങൾ 22:24-25 വാക്യങ്ങൾ പറയുന്നു, കോപിഷ്ഠനായ ഒരാളുമായി സൗഹൃദം സ്ഥാപിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വഴികൾ പഠിക്കാൻ കഴിയും. ആ അവസാന വാചകം പ്രധാനമാണ്. നിങ്ങൾക്ക് അവരുടെ വഴികൾ പഠിക്കാം. കോപം പകർച്ചവ്യാധിയാണ്. അത് ഉത്കണ്ഠ, ഭയം, പിരിമുറുക്കം എന്നിവയുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. പാർട്ട്നേഴ്സ് സത്യസന്ധമായി സ്വയം പ്രകടിപ്പിക്കുന്നത് അവിടെ നിർത്തുന്നു. ഒരു അഭയസ്ഥാനമായിരിക്കേണ്ട വീട് ആളുകൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമായി മാറുന്നു. ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് ആവർത്തിച്ച് കോപം, കുഴപ്പങ്ങൾ, വൈകാരിക നാശം എന്നിവ കൊണ്ടുവന്നാൽ അവർക്ക് അനിയന്ത്രിതമായ പ്രവേശനത്തിൻ്റെ പദവി നഷ്ടപ്പെട്ടിരിക്കുന്നു. അനാദരവുള്ളതായി കാണപ്പെടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നതിനാൽ നിങ്ങളുടെ സ്വീകരണ മുറി ഒരു വൈകാരിക യുദ്ധക്കളമായി മാറാൻ അനുവദിക്കരുത്. 5. അതിരുകളെ ബഹുമാനിക്കാൻ വിസമ്മതിക്കുന്ന ബന്ധു. നിങ്ങളുടെ അവസാന നാമം പങ്കിടുന്നത് നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് പരിധിയില്ലാത്ത പ്രവേശനം നൽകുമെന്ന് വിശ്വസിക്കുന്ന ബന്ധുക്കളാണ് ഇവർ. അവർ അറിയിക്കാതെയാണ് എത്തുന്നത്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ എങ്ങനെ വളർത്തുന്നു എന്നവർ വിമർശിക്കുന്നു. അവർ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ വിലയിരുത്തുന്നു. അവർ നിങ്ങളുടെ ദാമ്പത്യത്തിൽ ഇടപെടുന്നു. നിങ്ങൾ ഇടം ആവശ്യപ്പെടുമ്പോൾ അവർ നിങ്ങളെ കുറ്റബോധം തോന്നിപ്പിക്കുന്നു. അവരെ ബാധിക്കാത്ത കാര്യങ്ങളിൽ ഇടപെടുന്ന തിരക്കുള്ള വ്യക്തികൾക്കെതിരെ തിരുവെഴുത്ത് മുന്നറിയിപ്പ് നൽകുന്നു. നേരിടുമ്പോൾ ഈ വ്യക്തികൾ പലപ്പോഴും വൈകാരിക കൃത്രിമത്വം ഉപയോഗിക്കുന്നു. ഞാൻ നിങ്ങൾക്കായി ചെയ്ത എല്ലാത്തിനും ശേഷം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വളർത്താൻ സഹായിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെയാണോ നിങ്ങൾ എനിക്ക് പ്രതിഫലം നൽകുന്നത് എന്നൊക്കെ ചോദിക്കും. എന്നാൽ കുടുംബകാര്യമായി വേഷം മാറിയ നിയന്ത്രണം ഇപ്പോഴും നിയന്ത്രണം തന്നെയാണ്. ഉൽപ്പത്തി 2:24 ഒരു കുടുംബത്തിൻ്റെ അടിത്തറ സ്ഥാപിക്കുന്നു. ഒരു പുരുഷൻ തൻ്റെ പിതാവിനെയും അമ്മയെയും ഉപേക്ഷിച്ച് ഭാര്യയോട് ചേരുന്നു. അവർ ഒരു ദേഹമായി തീരുന്നു. അതായത് വിവാഹിത ദമ്പതികൾ ആ മേൽക്കുരയ്ക്ക് കീഴിലുള്ള പ്രാഥമിക അധികാരികളായി മാറുന്നു. വിപുലീകൃത കുടുംബം അതിഥികളാണ്. അവർ വീടിൻ്റെ ഭരണസമിതിയല്ല. അതിഥികൾ വീടിൻ്റെ നിയമങ്ങൾ മാനിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അതിൽ പ്രവേശിക്കാനുള്ള പദവി നഷ്ടപ്പെടും. 6. നിങ്ങളുടെ വിളിയെ നിശബ്ദമായി ദുർബലപ്പെടുത്തുന്ന ബന്ധു. ഈ ആളുകൾ അപൂർവമായി ഉച്ചത്തിൽ സംസാരിക്കുന്നവരാണ്. അവർ നിരുപദ്രവകാരികളായി തോന്നുന്നു, എന്നാൽ ഓരോ ഇടപെടലും നിങ്ങളെ ക്ഷീണിതനാക്കുന്നു. അവർ നിരന്തരം പരാതിപ്പെടുന്നു. അവർ ഭയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അവർ എല്ലായിടത്തും പരിമിതികൾ കാണുന്നു. ദൈവത്തോടുള്ള നിങ്ങളുടെ ഭക്തി അവർക്ക് മനസ്സിലാകുന്നില്ല. അത് മനസ്സിലാക്കാൻ ആഗ്രഹവുമില്ല. നിങ്ങൾ അമിതമായി പ്രതിബദ്ധത ഉള്ളവനാണെന്ന് അവർ നിങ്ങളോട് പറയുന്നു. വളരെയധികം വികാരാധീനനാണ്. പള്ളിയിൽ അമിതമായി ഇടപെടുന്നു. നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് വളരെ ഗൗരവമുള്ളവരാണ്. ക്രമേണ സംഭാഷണത്തിന് പിന്നാലെ സംഭാഷണമായി ദൈവം നിങ്ങളെ ഇതിനകം വിടുവിച്ച വ്യക്തിയിലേക്ക് നിങ്ങളെ പുനർനിർമ്മിക്കാൻ അവർ ശ്രമിക്കുന്നു. യേശു പോലും ഇത് അനുഭവിച്ചിട്ടുണ്ട്. സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ തൻ്റെ ബോധം നഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിച്ച് അവനെ തടയാൻ ശ്രമിച്ചതായി മർക്കോസ് 3:21 രേഖപ്പെടുത്തുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കൂ. രക്തത്താൽ അവനോട് ഏറ്റവും അടുത്ത ആളുകൾ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ശുശ്രൂഷയെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. അപ്പോൾ കുടുംബാംഗങ്ങൾ നമ്മുടെ വിളിയെ എതിർക്കുമ്പോൾ നമ്മൾ എന്തിനാണ് അത്ഭുതപ്പെടുന്നത്? 1 കൊരിന്ത്യർ 15:33 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദുഷിച്ച കൂട്ടുകെട്ട് നല്ല സ്വഭാവത്തെ ദുഷിപ്പിക്കുന്നു. ആ കൂട്ടുകെട്ട് നിങ്ങളുടെ ഫാമിലി ട്രീ പങ്കിടുമ്പോഴും. 7. ഏറ്റവും അപകടകാരിയായ ബന്ധു ബോധ്യമില്ലാത്ത നിങ്ങൾ. അവസാന ബന്ധു എല്ലാവരിലും ഏറ്റവും അപകടകാരിയായിരിക്കാം. അത് നിങ്ങളാണ്. നിങ്ങളുടെ പരമാവധിയിൽ നിങ്ങളല്ല. എന്നാൽ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ വിസമ്മതിക്കുമ്പോൾ അത് നിങ്ങളാകുന്നു. നിങ്ങളുടെ സമാധാനത്തിലേക്ക് ആർക്ക് പ്രവേശനം ലഭിക്കണമെന്ന് നിങ്ങൾ ഒരിക്കലും തീരുമാനിക്കുന്നില്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങൾക്കായി ആ തീരുമാനമെടുക്കും. അത് നിങ്ങൾക്ക് പവിത്രമായ എന്തെങ്കിലും നഷ്ടപ്പെടുത്തും. ജ്ഞാനത്തിനു പകരം കുറ്റബോധം കൊണ്ട് നിങ്ങൾ വാതിൽ തുറക്കുമ്പോഴെല്ലാം
നിങ്ങളുടെ സ്വന്തം കുടുംബത്തിനെതിരെ നിങ്ങൾ വോട്ട് ചെയ്യുകയാണ്. സംഘർഷം ഒഴിവാക്കാൻ നിങ്ങൾ ഓരോ തവണയും വിവേചന അധികാരത്തെ നിശബ്ദമാക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംരക്ഷിക്കാൻ പറഞ്ഞ ഭൂമിയെ നിങ്ങൾ ഉപേക്ഷിക്കുന്നു. നിങ്ങളുടെ വീടിന് ഏറ്റവും വലിയ ഭീഷണി എല്ലായ്പ്പോഴും ദുരുദ്ദേശമുള്ള ഒരാളല്ല. ചിലപ്പോൾ അത് ഇല്ല എന്ന് പറയാൻ ഭയപ്പെടുന്ന നിങ്ങൾ വാതിൽക്കൽ നിൽക്കുന്നതാണ്. നിങ്ങളുടെ വീട് സംരക്ഷിക്കുന്നത് അഹങ്കാരമല്ല. അത് സ്നേഹക്കുറവല്ല, അത് ആത്മീയ കാര്യവിചാരകത്വമാണ്. എല്ലാ സീസണിലും നിങ്ങളുമായി അടുത്ത് നടക്കാൻ എല്ലാ ബന്ധുക്കളെയും നിയോഗിക്കുന്നില്ല. ചില ആളുകളെ നിങ്ങൾ അവർക്ക് അടുപ്പമുള്ള പ്രവേശനം നൽകാതെ സഹായിക്കുന്നു. ചിലർ എത്ര വേദനാജനകമാണെങ്കിലും നിങ്ങൾ വാതിലിന് പുറത്ത് സൂക്ഷിക്കുന്നു. ഓർമ്മിക്കേണ്ട ഒരു സത്യമുണ്ട്: ആരോഗ്യകരമായ അതിരുകളാൽ ഏറ്റവും കൂടുതൽ വ്രണപ്പെടുന്ന ആളുകൾ പലപ്പോഴും ആ അതിരുകൾ അഭിസംബോധന ചെയ്യാൻ സൃഷ്ടിക്കപ്പെട്ട ആളുകളാണ്. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. കാരണം ദൈവം നിങ്ങളെ ഏൽപ്പിച്ചത് സംരക്ഷിക്കാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ എതിർപ്പ് എല്ലായ്പ്പോഴും അപരിചിതരിൽ നിന്നുണ്ടാകണമെന്നില്ല. ചിലപ്പോൾ അത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ സ്നേഹിച്ച ആളുകളിൽ നിന്നായിരിക്കും. അത് വീണ്ടും വാതിൽ തുറക്കാൻ ഒരു കാരണമല്ല, നിങ്ങൾ ഒടുവിൽ ശരിയായ വാതിൽ അടച്ചു എന്നതിൻ്റെ സ്ഥിരീകരണമായിരിക്കാം. ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഈ 7 ബന്ധുക്കളിൽ ഏതാണ് നിങ്ങളെ ജീവിതത്തിൽ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത് എന്നെ അറിയിക്കുമല്ലോ. വീഡിയോ ലൈക്ക് ചെയ്ത് പരമാവധി ആളുകൾക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യണേ.